നോക്ക്, എന്റെ മുത്തിന് അച്ഛനില്ലേ? പിന്നെ മുത്തിന്റെ അമ്മയില്ലേ? ഏട്ടാ, നമ്മുടെ മോളെ പൊന്നു പോലെ നോക്കണേ. അമ്മേ, എന്താടാ മുത്തേ? അമ്മ എന്നെ വിട്ട് പോവില്ല അമ്മേ. അമ്മ എന്നെ വിട്ട് പോയാല് എന്നെ ചെറിയ ഉപദ്രവിക്കും. അമ്മയുടെ മുത്ത് പാവല്ലേ അമ്മേ? അമ്മ എന്നെ ഇട്ട് പോവോ? ഇല്ല പറ അമ്മേ. ഏട്ടാ, എന്റെ മോളെ നല്ലോണം നോക്കണേ. എന്റെ മുത്തിനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല മുത്തേ. അമ്മ, എല്ലാവർക്കും അമ്മയുണ്ട്, പക്ഷേ ഈ മുത്തിന് മാത്രം അമ്മയില്ല. ഏട്ടാ, എന്റെ മോള് പറയുന്നത് കേട്ടില്ലേ? അവൾക്ക് അച്ഛനും അമ്മയും എല്ലാം എന്റെ ഏട്ടനാവണം. എന്റെ മോളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഏട്ടാ. ഞാൻ വിടില്ല എന്റെ അമ്മയെ, വിടില്ല ഞാൻ. മുത്തേ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും പോവാ പറയാനല്ലേ? വേണ്ട, ഞാൻ വിടില്ല. എനിക്ക് വേണം, എനിക്ക് വേണം. എന്റെ അമ്മയില്ലാതെ എനിക്ക് പറ്റില്ല അമ്മ. അതുകൊണ്ടാ ഞാൻ എന്റെ അമ്മയോട് പോവല്ലേന്ന് പറയുന്നത്. ഞാൻ എന്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, എവിടെയും പോയിട്ടില്ല. എപ്പോഴും എന്റെ മോളുടെ കൂടെ തന്നെ ഉണ്ട്. അമ്മ, അമ്മ, എന്റെ അമ്മ വന്നല്ലോ. എനിക്ക് എത്ര സന്തോഷായിന്നറിയോ എന്റെ അമ്മയെ കണ്ടിട്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്റെ ഈ ജന്മദിനം. അച്ഛാ, ഇങ്ങ് വാ അച്ഛാ. അച്ഛൻ കണ്ടില്ലേ എന്റെ അമ്മ വന്നത്? അച്ഛൻ കണ്ടല്ലോ മുത്തേ. എന്നിട്ട് എന്താ എന്റെ അച്ഛൻ അങ്ങോട്ട് മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് അടുത്തേക്ക് നിൽക്കച്ചാ. നമുക്ക് ഹാപ്പിയായി കേക്ക് മുറിക്കാം. വന്നല്ലോ ആവേ. അമ്മ, അമ്മയും അച്ഛനും പാടെ എന്റെ കൈ പിടിക്ക്. എന്നിട്ട് നമുക്ക് 3 പേർക്കും കേക്ക് മുറിക്കാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മ അത്. അങ്ങനെ തന്നെ മുറിക്കാലോ മുത്തേ. അച്ഛാ, ഞാൻ ആദ്യം എന്റെ അമ്മക്ക് കൊടുക്കട്ടെ. എന്റെ അച്ഛൻ പിണങ്ങോ? ഇല്ല മോളെ. അമ്മ, വാ തുറക്കമ്മ. ഇനി മോള് കഴിക്ക്. ആ തിരക്കിനിടക്ക് എന്നെ മറന്നോ അമ്മയും മോളും? മോളെ, നിന്റെ അച്ഛന് കൊടുക്ക് മോളെ. അച്ഛാ, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എന്റെ ബർത്ത്ഡേയാ. എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ആഘോഷിക്കാൻ പറ്റിയ എന്റെ ബർത്ത്ഡേ. എന്റെ മുത്തൊന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മ? ഇത് നോക്ക്, എന്റെ മുത്തിന് സന്തോഷായോ? സന്തോഷായോന്നോ? ഇതിൽ പരം സന്തോഷം ഇനി എന്താ അമ്മ എനിക്ക് വേണ്ടത്? എന്റെ മുത്തത് പിടിച്ചേ. എന്റെ സുന്ദരിക്കുട്ടി ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഏട്ടാ? നമ്മുടെ മോളെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഉണ്ടോന്നോ? എന്റെ ഭാര്യയെ പോലെ അവള് സുന്ദരിയല്ലേ? അമ്മ, അമ്മ, അമ്മ പോവില്ല അമ്മ, വാ അമ്മ. മോളെ, മുത്തേ. അമ്മേ, വാ അമ്മേ. മോളെ, മോളെ ഇങ്ങോട്ട് വാ മോളെ. അച്ഛാ, എന്റെ അമ്മയോട് പോവല് പറയച്ചാ. മുത്തിന് ആരുമില്ല അച്ഛാ. എന്റെ അമ്മ പോകുമ്പോഴേക്കൊന്ന് പിടിക്കച്ചാ, പിടിക്കച്ചാ.
മുത്തേ. എന്റെ അമ്മ പോയി അച്ഛാ. അച്ഛന്റെ മുത്തേ. അച്ഛാ, അച്ഛാ, എന്റെ അമ്മ പോയി അച്ഛാ. മുത്തേ. ഞാൻ കുറേ വിളിച്ചിട്ടും എന്റെ അമ്മ കേട്ടില്ല അച്ഛാ. മുത്തേ. അച്ഛന്റെ മുത്തേ. കരച്ചിലൊന്ന് നിർത്ത് മുത്തേ. എന്തിനുറക്കായി കുട്ടി ഉറങ്ങുന്നത്? ഇത്രയും ബഹളം ഇവിടെ നടന്നിട്ടും അവൾ അറിഞ്ഞിട്ടില്ല. ആ, അത്രയ്ക്കുണ്ടാവും ആ കുട്ടിയുടെ ക്ഷീണം. നേരം വെളുത്ത ഇരുട്ടാവുന്നത് വരെയും അതിന് ജോലിയല്ലേ. അച്ഛനൊന്ന് പറഞ്ഞോടെ ഈ കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുതെന്ന്. അതിന് ഞാൻ പറഞ്ഞ നിന്റെ ഭാര്യ കേൾക്കുവോ? അതിനിപ്പോ ഞാൻ പറഞ്ഞ നിന്റെ ഭാര്യ കേൾക്കുവോ? ഞാൻ വെറും ഒരു കിളവൻ. എന്റെ വാക്കിന് അത്രയേ അവൾ വില കൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ മുൻപിൽ മുത്തിനോട് അവൾ ജോലിയൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മുത്താണെങ്കിൽ എന്നോട് ഒന്നൊട്ട് പറയൂല്ല. എനിക്കിപ്പോ ജോലിക്ക് പോവാതെ ഇത് തന്നെ നോക്കി ഇവിടെ ഇരിക്കാൻ പറ്റുമോ അച്ഛാ? നിന്നെ കുറ്റപ്പെടുത്തിയതല്ലടാ ഞാൻ. എന്റെ സങ്കടം പറഞ്ഞേ ഉള്ളൂ. മുത്തേ, മുത്തേ, എന്തൊരൊറക്കാ മുത്തേ ഇത്? കണ്ണു തുറക്കു മുത്തേ. അച്ഛാ, പോയി അച്ഛാ. എന്റെ അമ്മ പോയി. മുത്തേ, ഉണർന്നോ എന്റെ മുത്ത്? അച്ഛാ, എല്ലാവരും ഉണ്ടല്ലോ. എന്ത് പറ്റി? എന്താ എല്ലാവരുടെയും മുഖത്തൊരു സങ്കടം? എന്താ അച്ഛാ, എന്താ ഉണ്ടായേ? ഞങ്ങളൊക്കെ വന്നിട്ട് കുറച്ചു നേരമായി മോളെ. എന്റെ മുത്തിന്റെ അമ്മയെ വിളിച്ചോണ്ട് തന്നെ ഇരുന്നോ. ഞങ്ങൾ വന്നതൊന്നും നീ അറിഞ്ഞിട്ടില്ല. മുത്ത് നോക്ക്, ഈ റൂം പാറക്കുട്ടിയും കൂട്ടുകാരും ചെയ്തു വെച്ചിരിക്കുന്നത്. അച്ഛാ, ഇതൊക്കെ എപ്പോ? ഇവിടെയൊക്കെ ഇത് എങ്ങനെയാ? എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ ശിവേച്ചി, പാറു, നിങ്ങളൊക്കെ എപ്പോ വന്നു? ഞങ്ങളൊക്കെ വന്നിട്ട് കുറേ നേരായി മുത്തേ. പക്ഷേ നീ ഇടയ്ക്കിടെ നിന്റെ അമ്മയെ വിളിച്ചോണ്ട് തന്നെ ഇരുന്നു. പാറു, എന്റെ അമ്മ ഉണ്ടായിരുന്നു എന്റെ കൂടെ. മുത്തശ്ശാ, ശരിക്കും എന്റെ അമ്മ ഉണ്ടായിരുന്നു. മുത്തേ, ഇതാ ഇവിടെ കേക്കുണ്ട്. മുത്ത് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തേ. അച്ഛാ, ഞാൻ സത്യാണ് അച്ഛാ പറയുന്നത്. ഞാൻ കേക്കൊക്കെ മുറിച്ചു. എന്റെ അച്ഛനും ഉണ്ടായിരുന്നു, എന്റെ അമ്മയും ഉണ്ടായിരുന്നു. എന്റെ മുത്തിന് തോന്നിയതാവും മുത്തേ. അല്ല മുത്തശ്ശാ, കുറേ നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ അമ്മ. എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നു. ആ ഗിഫ്റ്റ് എവിടെ? അതെവിടെ? അതെവിടെയൊന്നും കാണുന്നില്ലല്ലോ അച്ഛാ. എന്റെ മോൾക്ക് വേണ്ടി അച്ഛൻ വാങ്ങിയതാ. മുത്തേ, പാറു, എന്റെ മുത്ത് അവിടുന്ന് എഴുന്നേറ്റിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഈ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തേ. കൊടുക്ക അച്ഛാ. എന്റെ അച്ഛൻ സങ്കടപ്പെടണ്ട. ചിരിക്ക അച്ഛാ, ഈ മുത്തിന്റെ ബർത്ത്ഡേ ആയിട്ട്. അച്ഛന്റെ ചിരി പോയിട്ട് വർഷങ്ങളായി മുത്തേ. കരയല്ല അച്ഛാ. അച്ഛന്റെ മുത്തം കരഞ്ഞു പോവുട്ടോ. അച്ഛന്റെ മാലാക കുട്ടി അച്ഛൻ കൊണ്ടുവന്ന് ഉടുപ്പിട്ടേ. എന്നിട്ട് സുന്ദരിയായി ഈ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്ക്. എന്റെ ബർത്ത്ഡേ അച്ഛൻ മറന്നിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. എന്റെ മുത്തിന്റെ ബർത്ത്ഡേ ഈ അച്ഛൻ മറക്കോ മുത്തേ? എന്റെ മുത്തിന്റെ ബർത്ത്ഡേ മറന്ന പിന്നെ ഈ അച്ഛനെ ഓർക്കാനുള്ളത് വേറെ എന്താ? കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മുടെ മുത്തിനെ ഇഷ്ടമല്ലേ? അവളെ സ്നേഹിക്കുന്ന അവളുടെ കൂട്ടുകാർ അവൾക്ക് വേണ്ടി ഒരു ഹാപ്പി ബർത്ത്ഡേ പറയില്ലേ?